നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ നിരന്തരം പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടും നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അനലൈസ് ചെയ്ത് നോക്കണം. നമ്മൾ 1000 കോടി 2000 കോടി എന്നാണ് നമ്മൾ നിരന്തരം പറയുന്നതെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഇന്ന് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്. വിഷ്വലൈസേഷൻ ബോർഡൊക്കെ വെച്ച് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് അനുഭവമാണ്. ഞാൻ ചോദിച്ച എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് അതുകൊണ്ടാണ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണോ ചോദിക്കുക, ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. മാനിഫെസ്റ്റേഷൻ വളരെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല മാനിഫെസ്റ്റേഷൻ. യു ജസ്റ്റ് ആസ്ക്. ആക്സസ് പ്രോസസ്സുകളിലൂടെ പോകുമ്പോൾ യു ജസ്റ്റ് ആസ്ക് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? പലരും അങ്ങനെ ചോദിച്ചിട്ടും അവർക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രകൃതിയോട് യൂണിവേഴ്സിനോട് ആക്സസിൻ്റെ ഫേസ് ലിഫ്റ്റ് പ്രോസസ്സ് ആയിരുന്നാൽ പോലും അവർക്ക് ആ പഴയ ഓർമ്മകളിൽ വീണ്ടും പലരും ഫ്രീസായി കിടക്കാറുണ്ട് പല ടൈം ലൈനിലും. ആ ടൈം ലൈനിൽ ഇങ്ങനെ ഫ്രീസായി കിടക്കുമ്പോൾ പിന്നീട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എപ്പോഴും ആ പഴയ ഓർമ്മകൾ തന്നെ പറഞ്ഞ് 10ഉം 20ഉം വർഷം കടന്നു പോകുന്നവരുണ്ട്. അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്ക് ആക്സസിൻ്റെ പ്രോസസ്സുകൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രഗ്സ് പോലുള്ള അവസ്ഥ യൂസ് ചെയ്യുന്നവർക്ക് ഒരു സാറ് പറഞ്ഞൊരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ മകന് പ്രോസസ്സ് ചെയ്തു കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഡ്രഗ്സിൻ്റെ ഇൻടേക്ക് കാരണമാണ് ഒരു തളർച്ചയും ഒക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു മകൻ. എന്നാൽ ഈ പ്രോസസ്സ് ചെയ്തു കൊടുത്തതിന് ശേഷം മകൻ ആക്ച്വലി ജോലിക്ക് പോകാൻ തുടങ്ങി. ഡ്രഗ്സിൻ്റെ യൂസേജ് കുറച്ചു, നിർത്തി എന്നൊക്കെ നല്ല അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്കൊരുപാട് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഇന്നർ ശക്തികളൊക്കെ ശക്തി മീൻസ് കോൺഫിഡൻസ് ആണ് കേട്ടോ. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ആക്സസ് കോൺഷ്യസ്നസ്. നമുക്ക് ധൈര്യം വരും. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം വരും. എന്തും ചെയ്യാനില്ല, നമുക്ക് കുറച്ച് വിവേകമൊക്കെ ഉണ്ടാവും. എന്തും മീൻസ് ലൈക്ക് നമുക്ക് എന്തും ചെയ്യാനല്ലല്ലോ. നമ്മളെ ലിമിറ്റ് ചെയ്യുന്നപ്പോൾ ലെറ്റ്സ് സേ സ്റ്റേജിലൊക്കെ കയറാൻ ഭയമുള്ളവരുണ്ടാവും. മീൻസ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നാലോചിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിലായിരുന്നാലും ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്താരീതി, ഞാൻ എൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കട്ടെ എന്ന തലത്തിൽ ആക്ച്വലി ഉയരാനൊക്കെ സഹായിക്കുന്നതാണ്. അത്തരം ധൈര്യത്തിലൂടെയൊക്കെ കടന്നു വരാനായിട്ട് ആക്സസ് കോൺഷ്യസ്നസ് സഹായിക്കാറുണ്ട്. ഒരു മാഡം എൻ്റെ ക്ലാസ്സിന് വന്നപ്പോൾ അവർക്ക് മൈക്ക് പിടിക്കാൻ പോലും പേടിയാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ വച്ച് തന്നെ അവരെ കൊണ്ട് മൈക്കിൽ 2 വാക്ക് സംസാരിപ്പിച്ച് പിന്നെ അവരൊരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും കേട്ടോ, ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും. പക്ഷെ ചെറിയ ലിമിറ്റേഷൻസിലായിരിക്കും കുടുങ്ങിക്കിടക്കുന്നത്. അതൊന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി. എക്സൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത, നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റീസ് എല്ലാവരിലും ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരിലും ഉണ്ട്. നമ്മൾ എത്രത്തോളം ചൂസ് ചെയ്തു. ചിലർക്ക് ചെറിയ ജീവിതമാണ് ഇഷ്ടം, ചിലർക്ക് ആക്ച്വലി വലിയ ജീവിതമാണ് ഇഷ്ടം. ഇത് ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും വളരും. നമ്മൾ ചെറിയ ലോകത്ത് ഒതുങ്ങി പോകുന്നത് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ചെറിയ ലോകത്തോട്ട് ഒതുങ്ങി പോകാണ്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ്. എല്ലാം പഠിക്കാനെടുത്ത എൻ്റെ ഒരു കറേജ് കാരണമാണ് എനിക്ക് യൂണിവേഴ്സിൻ്റെ ഇത്രയും മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള റിയാലിറ്റി എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഒരു വീട്ടിലകത്ത് ഒതുങ്ങി പോകാമായിരുന്നല്ലേ. പക്ഷേ ചിലർക്ക് നല്ല പ്രതിസന്ധികളായിരിക്കല്ലേ. ഇപ്പം ചെറിയ ജീവിതം നയിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള പണം മാത്രം കണ്ടെത്താൻ കഴിയുന്ന ആളുകൾ. അവരെ ആഗ്രഹം എന്ന് പറയുന്നത് അടുത്ത ലെവലിലേക്ക്, നല്ലൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വളരണമെന്നാണ്. പക്ഷെ ഇപ്പോഴും അവർ അതേ രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത്. അത് അവർ ചൂസ് ചെയ്തതുകൊണ്ടാണോ? ശരിക്കും പണത്തെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട് ആക്സസിൽ തന്നെ പഠിക്കാനായിട്ട്. പണം അതൊരു വലിയൊരു മേഖലയാണ്. നമുക്ക് ഷിഫ്റ്റ് വരുത്താൻ കഴിയുന്നതുമാണ്. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കുകയും വേണം. നമ്മുടെ കോൺഷ്യസ്നസ് ലെവലിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ 10 ലക്ഷം രൂപ വലിയൊരു തുകയാണ്, ഒരു പണക്കാരൻ്റെ കയ്യിലുള്ളത് ഒരു 10 ലക്ഷം രൂപയാണ് എന്നൊരു കോൺഷ്യസ്നസ്സിലാണ് നമ്മൾ ആ ലൈഫ് ടൈമിൽ മരണപ്പെട്ടതെന്ന് വയ്ക്കൂ. ഈ ജന്മത്തിലേക്ക് കടന്നു വരുന്നു, പണക്കാരനാവണം എന്നുള്ളൊരു ചിന്തയിലാണ് കടന്നു വരുന്നത്.
ഉള്ളിലെ പണക്കാരൻ്റെ തുക എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. റൈറ്റ്? ഇപ്പോൾ ഈ ലൈഫ് ടൈമിൽ ഒരു മാക്സിമം ഒരു 10 ലക്ഷം രൂപ വരെ എത്തിപ്പെടും. അതിനപ്പുറം അവർക്ക് വളരാൻ കഴിയില്ല. കാരണം എന്താ? അവരുടെ ഉള്ളിനകത്ത് ഒരു പണക്കാരൻ എന്നാൽ 10 ലക്ഷം രൂപ എന്നൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ നിരന്തരം പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടും നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അനലൈസ് ചെയ്ത് നോക്കണം. നമ്മൾ ആ കാറ്റഗറിയിലും ആ ലെവലിലും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ 1000 കോടി 2000 കോടി എന്നാണ് നമ്മൾ നിരന്തരം പറയുന്നതെങ്കിൽ നമ്മൾ ആ കാറ്റഗറിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു സാർ ആക്ച്വലി ഒരു മാഡം വേറൊരു ഫെസിലിറ്റേറ്ററാണ്, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഫെസിലിറ്റേറ്ററാണ്. അവരെന്നോട് പങ്കുവച്ചൊരു അനുഭവം എന്ന് വെച്ചാൽ അവരുടെ ഒരു ക്ലയൻറ്റ് ആക്സസിൻ്റെ പ്രോസസ്സുകളൊക്കെ ചെയ്തതിന് ശേഷം, ക്ലാസ്സുകളും പ്രോസസ്സും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇയർ 100 crore എക്സ്ട്രാ അവർ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിക്ക് മേ ബി 100 crore ആയിരിക്കില്ല. എൻ്റെ ക്ലാസ്സുകളിൽ വരുന്ന പലരും ആക്ച്വലി കടത്തിൽ നിന്ന് ബെറ്ററായി, അല്ലെങ്കിൽ ആക്ച്വലി 80 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്ന കാശ് കിട്ടി എന്നൊക്കെ പറയുന്നവരാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ലെവൽ എന്താണ്? ആ ലെവലിൻ്റെ മേളിലോട്ടാണ് ഓരോരുത്തരും എത്തിപ്പെടുന്നത്. എവിടെയാണ് ഈ ലെവൽ നിശ്ചയിക്കപ്പെടുന്നത്? നമ്മുടെ ഉള്ളിലാണ് നിശ്ചയിക്കപ്പെടുന്നത്. എങ്ങനെ നിശ്ചയിക്കപ്പെട്ടു? പല പല കാലഘട്ടങ്ങളിൽ പണത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ചിന്താഗതികൾ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തപ്പെടുന്നത്. ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിനകത്ത് ഒരു സാറ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, 5 ലക്ഷം രൂപ ഫിക്സ്ഡ് ആയിട്ട് കിടക്കണം. അതിന് മേളിൽ വരുന്ന ഏതൊരു തുകയും ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യുകയോ ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ വർഷങ്ങളായിട്ട് 20ഓളം വർഷമായിട്ട് അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും എത്ര സമ്പാദ്യം വന്നാലും, 25 ലക്ഷം വന്നാലും 35 ലക്ഷം വന്നാലും അത് തിരിച്ച് 5 ലക്ഷത്തിലോട്ട് വന്നെത്തും. റൈറ്റ്? കാരണം ഇദ്ദേഹത്തിൻ്റെ ബേസിക് സോളിഡ് ആയിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ് ഒരു തുക, ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തുക. അത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലുള്ള അതൊരു ആക്ച്വലി എനർജറ്റിക്കലി ആ പ്രോസസ്സിന് തിരിച്ചറിയുകയും ആ വിശ്വാസത്തെ തിരിച്ചറിയുകയും അതിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ റിയാലിറ്റി മാറി. 5 ലക്ഷം എന്നൊരു ബാരിയറിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ധാരാളം കാശുണ്ട് എന്നാണ് ഹീസ് ടെല്ലിങ്. റൈറ്റ്? ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ലൈഫ് ടൈമിൽ ചൂസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു പണക്കാരൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്, അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. നമുക്ക് അതിൽ അത്ര എത്താൻ പറ്റുള്ളൂ. നമ്മൾ എത്ര പണക്കാരനാണോ നമുക്ക് തന്നെ അറിയാം. അതെ, മീൻസ് അതായത് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഉയരാൻ കഴിയില്ല, നമ്മൾ ശ്രമിച്ചാലും കഴിയില്ല. കാരണം നമ്മൾ മേളിൽ പോയാലും താഴെ വീണ്ടും അതേ ലെവലിൽ വരും. പിന്നെ പാരൻസ് ദാരിദ്ര്യത്തിൽ വീണു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയരുകയും ആക്ച്വലി വീണ്ടും പാരൻസിനെ പോലെ താഴോട്ട് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ നമ്മൾ വരും. അപ്പോൾ കാരണം ആ ബയോമിമെട്രിക് ഡ്യൂപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സമ്പത്തിനെ കുറിച്ചാണെങ്കിൽ നമ്മളെ തന്നെ സ്വയം വിചിന്തനം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആക്ച്വലി പെട്ടെന്നൊരു വാക്കിലോ അല്ലെങ്കിൽ 2 വാചകത്തിലോ ഒക്കെ ഇത് ചെയ്താൽ പണക്കാരനാവാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമ്മൾ തന്നെ സ്വയം ഇന്നർ വർക്ക് ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യമാണ് പണത്തെക്കുറിച്ചിട്ടുള്ളൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മണി ക്ലാസ്സുകൾ ധാരാളമുണ്ട്, ഞാൻ എടുക്കാറുണ്ട്. പല പല മണീനെക്കുറിച്ച് മാത്രം ഇൻഫർമേഷൻസ് ഉള്ള ധാരാളം ബുക്സ് ഉണ്ട്. അതൊക്കെ വായിക്കാൻ തയ്യാറാവണം. ആൻഡ് പോലെ 1800കളിൽ ജീവിച്ച മനുഷ്യർ, കേരളത്തിൽ ജീവിച്ച മനുഷ്യർ ഈ കാലഘട്ടത്ത് വന്നു എന്ന് വെക്കൂ, അവർ ഓലപ്പുരകളിലും ഓടിട്ട വീടുകളിലും ജീവിച്ചിരുന്ന മനുഷ്യർ ഇന്ന് വരുന്നവരെ കണ്ടാൽ പാവപ്പെട്ടവരെന്ന് പറയോ, പണക്കാരെന്ന് പറയോ? എല്ലാവരും പണക്കാരാണ്. റൈറ്റ്? പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പണക്കാരാണെന്ന് തോന്നാത്തത്? കാരണം നമ്മൾ അതിനേക്കാൾ വലിയ റിച്ച് ആൾക്കാരെ കാണുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ആ ലെവലിലോട്ട് നമ്മൾ റിച്ച് ആയില്ല? ബിക്കോസ് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ പണക്കാരെന്ന് പറഞ്ഞാൽ ഒരു ടെറസിട്ട വീട്, ഓർ ഇതാണ് പണക്കാരെന്നൊരു ലെവൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ഏതെങ്കിലും ലൈഫ് ടൈമിൽ നമ്മൾ ഈ ഒരു പ്രായത്തിൽ ദരിദ്രരായി പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈഫ് ടൈമിലും അതേ പാറ്റേൺ മേ ബി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാം. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്, ധാരാളം ഉണ്ട്. അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പേഴ്സൺ ടു പേഴ്സൺ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടതാണ്. മാമി, മാനിഫെസ്റ്റേഷൻ ഇന്ന് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്. വിഷ്വലൈസേഷൻ ബോർഡൊക്കെ വെച്ച് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ടൈം തന്നെ ഏഞ്ചൽ നമ്പർ
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള നമ്പറുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും അവർക്ക് സക്സസ് ആവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, എന്നാൽ എത്രത്തോളം നമുക്ക് തന്നെ വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തിപ്പെടില്ല. നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ ഒന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ആക്സസിനകത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഫൗണ്ടേഷൻ തന്നെ മാറ്റിയതിന് ശേഷമാണ് അൺകോൺഷ്യസ്ലി ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ മേളിൽ ഉള്ള കെട്ടിടത്തെ മാത്രം നമ്മൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ വീട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡിസൈൻ മിക്കവാറും ആ ഫൗണ്ടേഷൻ മാറ്റുന്നില്ല എങ്കിൽ ആ സെയിം ഫൗണ്ടേഷനിൽ തന്നെയല്ലേ, ആ ഡിസൈനിൽ തന്നെയല്ലേ നമുക്ക് പലപ്പോഴും വീട് വയ്ക്കേണ്ടി വരിക. റൈറ്റ്? അപ്പോൾ അൺകോൺഷ്യസ്ലിയും സബ് കോൺഷ്യസ്ലിയും ഉള്ള ചേഞ്ചസ് വരുത്താതെ ഉപരിപ്ലവമായിട്ട് നടത്തുന്ന മാനിഫെസ്റ്റേഷന് വളരെ കുറച്ച് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതോടൊപ്പം നമ്മൾ ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ, അതായത് എന്തൊരു ഫോർവേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. മാനിഫെസ്റ്റേഷൻ ഒരു റിയാലിറ്റിയാണ്. ഞങ്ങൾ ആക്സസിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിംപ്ലി ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് എന്നുള്ളതാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നൊരു ഇതാണ് ഞങ്ങൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് വിഷ്വലൈസേഷൻ ഒന്നും ചെയ്യില്ല, ഒരുപാട് എനർജി ലൂസ് ആവുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും പ്രാക്ടീസുകളൊന്നും ചെയ്യാതെ ജസ്റ്റ് പ്രപഞ്ചത്തോട് ചോദിക്കും, തന്നാൽ സ്വീകരിക്കുക. അതിനായിട്ട് കടുംപിടുത്തമോ നിർബന്ധമോ വാശിയോ ക്രിയേറ്റ് ചെയ്യാറില്ല. വളരെ ഈസായിട്ട് ജെന്റിലായിട്ട് ശിശുക്കളെ പോലെ നിർമ്മലരായിട്ട്, ആക്ച്വലി ശിശുക്കൾ എത്രത്തോളം ലൈറ്റ് ആവുമോ അത്രത്തോളം ലൈറ്റായിട്ട്. ശിശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ചോദിച്ചാൽ കിട്ടില്ല എന്ന വിശ്വാസമൊന്നുമില്ല. അവർക്ക് ആക്ച്വലി ചോദിക്കുന്ന എന്തും കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പം അത്രയും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ട്രസ്റ്റിൽ നിന്ന് ചോദിച്ചാൽ എന്ത് ലഭിക്കും. ഇത് അനുഭവമാണ്. ഞാൻ ചോദിച്ച എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് അതുകൊണ്ടാണ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചോദിക്കുക, ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ നിന്ന് കരഞ്ഞു പോകാറുണ്ട്. ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ തന്നിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. 1-2 കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ ലൈക്ക് പ്രൈവറ്റ് വിമാനത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം ഹെലികോപ്റ്ററിൽ പോകണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതെനിക്ക് സീ പ്ലെയിൻ, റൈറ്റ്? അപ്പം ഞാൻ വിഷ്വലൈസേഷൻ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി സീ പ്ലെയിനിൽ പോകാനുള്ളൊരു ഭാഗ്യം. ഇപ്പോൾ പൈലറ്റ്, ഞാനും ന്യൂസിലാൻഡുകാരനായ പൈലറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് അതിലിങ്ങനെ പോകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സോ ഓവർ ഐ ആസ്ക് ഫോർ, ഞാൻ പല ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം എന്നെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൻഡമാനിൽ പോകണം എന്ന് ആഗ്രഹിച്ചു, അവിടെ എത്തിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പോകണം എന്ന്, ഓസ്ട്രേലിയയിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പണ്ടൊരിക്കലും ഒരു ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ വേറെ രാജ്യങ്ങൾ ട്രൈ ചെയ്യൂ, ഓസ്ട്രേലിയ ട്രൈ ചെയ്യണ്ട, അത് നിങ്ങൾക്ക് പോകാൻ ടഫായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനത് പരീക്ഷിക്കാനായിട്ട് ഓക്കെ നമുക്കിതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് വരുത്താൻ സാധിക്കും. അല്ല, അതിന് മുമ്പ് ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ പോകേണ്ട ഒരു സന്ദർഭം വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഒരു വിശ്വാസത്തെ പണ്ട് മുതൽ ആക്ച്വലി ഓക്കെ ഓസ്ട്രേലിയയിൽ പോകാൻ ട്രൈ ചെയ്യേണ്ട ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തെ ഞാൻ അൺക്രിയേറ്റ് ചെയ്തു. അതെടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് വളരെ സുഖകരമായിട്ട് എനിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി അണ്ടർലൈങ് ആയിട്ട് വളരെ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന പോയിന്റ് ഓഫ് വ്യൂസ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഈസായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ വളരെ മീൻസ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല മാനിഫെസ്റ്റേഷൻ. യു ജസ്റ്റ് ആസ്ക്. ആക്സസ് പ്രോസസ്സുകളിലൂടെ പോകുമ്പോൾ യു ജസ്റ്റ് ആസ്ക് എന്നുള്ളതാണ്, ആൻഡ് റിസീവ് എന്നുള്ളതാണ്. ഇപ്പോൾ ആസ്ക് ആൻഡ് റിസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് ചോദിച്ചു നാളെ കിട്ടാനായിട്ട് ശരിക്കും യൂണിവേഴ്സ് നമ്മുടെ ജോലിക്കാരനൊന്നുമല്ല. ചോദിക്കുക ആൻഡ് യൂണിവേഴ്സ് നൽകും. നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ജസ്റ്റ് നമ്മള് പറഞ്ഞു, പക്ഷെ പലരും അങ്ങനെ ചോദിച്ചിട്ടും അവർക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പ്രകൃതിയോട് യൂണിവേഴ്സിനോട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില കോഡുകളുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് മനസ്സ് മീൻസ് പുറത്ത് നന്ദി 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 എന്ന് പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, നമ്മുടെ ഉള്ളിൽ നിന്നൊരു അതൊരു തുളുമ്പുന്നൊരു ഭാവമാണ്. മീൻസ്
നമുക്ക് അടിസ്ഥാന ഇപ്പോൾ ലെറ്റ്സ് ഇത് കേൾക്കുന്ന പ്രേക്ഷകരുണ്ടാവും. ഈ പ്രേക്ഷകരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവരോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഇതുപോലെ അടിസ്ഥാനപരമായിട്ട് ഏതൊന്നിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളൊരു വ്യക്തിക്ക് അവർ ചോദിക്കുന്ന എന്തും ലഭിച്ചിരിക്കും. പക്ഷേ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആളുകളല്ലേ ഒരുപാട് ആളുകൾ കാണിക്കുന്നതല്ല, അല്ല ചെയ്യുന്ന ആളുകളെയല്ലേ കൂടുതൽ ആളുകൾ പറ്റിക്കുന്നത്. പറ്റിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു, എന്താ പറ്റിക്കുന്നതുകൊണ്ട് രാഹുൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പണമാണെങ്കിലും അയാളുടെ ഇഷ്ടം കൊണ്ട് കൊടുക്കുന്നു, ചിലപ്പോൾ അത് പറ്റിച്ചിട്ട് പോവാം. അപ്പൊ അങ്ങനെയുള്ള അത് ഡിഫറെൻ്റ് ആണ്. നേരത്തെ ചോദിച്ച യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനും ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആണ്. മനുഷ്യർ വ്യത്യസ്ത കപ്പാസിറ്റി ഉള്ളവരാണ്, റൈറ്റ്? അസൂയുള്ളവരാണ്, ദേഷ്യമുള്ളവരാണ്, വെറുപ്പുള്ളവരാണ്, പറ്റിക്കാൻ കഴിവുള്ളവരാണ്, സൂത്രശാലികളാണ്. അപ്പം എല്ലാവരും നല്ലവരാണ് എന്ന വിശ്വാസം നമ്മളെടുത്ത് കളഞ്ഞേ പറ്റൂ. ഓക്കെ, എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്, അവർ പോലും അറിയാതെ. പക്ഷേ എല്ലാവരും നല്ലവരാണ് എന്ന വിശ്വാസം നമ്മൾ കളഞ്ഞേ പറ്റൂ. ഈ പറഞ്ഞ വിശ്വാസം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാവരിലും ഒരു നന്മ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ കുറച്ച് ഹാർഡ് വേസിലൂടെ, കുറച്ച് പ്രയാസം നിറഞ്ഞ വഴികളിലൂടെ യൂണിവേഴ്സ് എനിക്ക് പഠിപ്പിച്ചു തന്നു ആ വിശ്വാസം തെറ്റാണ്, എല്ലാവരും നല്ലവരാണ് എന്ന് വിശ്വസിക്കരുത്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ് ഉണ്ട്. അപ്പം മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു റിയാലിറ്റിയാണ്. അപ്പോൾ വളരെ നിഷ്കളങ്കരായിരിക്കുമ്പോൾ നമ്മളെ സിമ്പിളായിട്ട് പറ്റിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. ഇവിടെയാണ് നമ്മൾ വളരെ ബോധമുള്ളവരായിരിക്കേണ്ടത്, ധൈര്യമുള്ളവരായിരിക്കേണ്ടത്. ഒരാൾക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്, ഒരാൾക്ക് എത്രത്തോളം നമ്മെ ദ്രോഹിക്കാൻ കഴിയും, അവരുടെ മാനിപ്പുലേഷന് വീഴാതിരിക്കാനുള്ള ബോധമുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഇതാണ് ആക്സസ് കോൺഷ്യസ്നെസ്. മീൻസ് ലൈക്ക് പലരും ആക്ച്വലി മുഖത്ത് നോക്കി നിന്ന് കള്ളം പറയും, റൈറ്റ്? പക്ഷെ അവർ പറയുന്നത് കള്ളമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ഒരു വാക്ക് പറയാതെ തന്നെ. അത് നമുക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ പറയും, ഡോണ്ട് ട്രസ്റ്റ് ദിസ്, ഇത് കള്ളമാണ് ഈ പറയുന്നതെന്ന്. അത് ഉണ്ടാവും. അതെ, നമ്മുടെ ഉള്ളിൽ അത് പറയും, ഈ പറയുന്ന എല്ലാം കള്ളമാണ്. പക്ഷെ നമ്മളത് അവരോട് പ്രകടിപ്പിക്കേണ്ടതോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമുക്കത് അറിയും. നമ്മളൊരു കാര്യം, ഒരു വ്യക്തിന് ഇപ്പോൾ ആക്സസിനകത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ആക്ച്വലി നമ്മുടെ മുന്നിൽ വന്ന് പലരും പറയുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ എന്താ പറയുക വളരെ വേഗം തിരിച്ചറിയാൻ തുടങ്ങും. അതെ, ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് നിഷ്കളങ്കരായിട്ട് കാണുന്ന മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നവരായിരിക്കും. പല സന്ദർഭങ്ങളിൽ വീണ്ടും അതേ കുഴിയിലേക്കായിരിക്കും അവർ ചെന്ന് ചാടുന്നത്. ഗ്രാറ്റിറ്റ്യൂഡും പറ്റിക്കപ്പെടലും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇപ്പോൾ വളരെ ദുഷ്ടനായ ഒരു വ്യക്തിയായിരുന്നാലും ആ വ്യക്തി ആക്ച്വലി സൃഷ്ടിക്കുന്ന പുള്ളിയുടെ അഹങ്കാരത്തിലോ അല്ലെങ്കിൽ ആർഭാടത്തിന് വേണ്ടിയിട്ടോ സൃഷ്ടിക്കുന്ന സോഫ്റ്റ്വെയർ പോലും നമുക്ക് ഗുണകരമാവുന്നുണ്ട്, റൈറ്റ്? അതും അവരോട് ആക്ച്വലി നന്ദിയുള്ളവരായിരിക്കുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് നമ്മളെ പറ്റിക്കാനോ നമ്മളെ വഞ്ചിക്കാനോ കപ്പാസിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും രണ്ടാണ്. ഒരേ സമയത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡും കാണിക്കാം, അതേ സമയത്ത് തന്നെ എന്താണ് ഇവരുടെ കപ്പാസിറ്റി. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളൊരു കാട്ടിലോട്ട് പോവുകയാണെന്ന് വയ്ക്കൂ, കാട്ടിലോട്ട് പോകുമ്പോൾ അവിടെ മൃഗങ്ങളെല്ലാം പാവമാണ് എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ മണ്ടത്തരാണ്, റൈറ്റ്? അവിടെ പോകുമ്പോഴത്തേക്കും ഓരോ മൃഗത്തിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. ഈ വ്യക്തിക്ക് എനിക്ക് ലൈക്ക് ഈ മൃഗത്തിന് എന്തൊക്കെ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്, വിഷന്നിരിക്കുമ്പോൾ ഒരു മൃഗത്തിനടുത്ത് പോകരുത് എന്ന ഒരു കോൺഷ്യസ്നെസ്, ബോധം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ജസ്റ്റ് ആസ്ക് ചെയ്താൽ മതി എന്ന് മാം പറഞ്ഞു. പക്ഷേ ഒരു അനുഭവം പറയാം. എൻ്റെ ക്ലാസ്സിലൊരു മാഡം, അപ്പോൾ അവരിയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ അതിമനോഹരമായൊരു മറുകുണ്ട്, ഒരു കുഞ്ഞു മറുകാണ്. അപ്പം ഞാനിങ്ങനെ ക്ലാസ് നോക്കും, ക്ലാസ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ മറുക് എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, വീണ്ടും ആ മറുക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നല്ല സുന്ദരിയാണ്, അതോടൊപ്പം ആ മറുക്. അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, മാമിൻ്റെ മുഖത്തെ മറുക് അതിസുന്ദരമാണ് കേട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. യു നോ വാട്ട് ഷി സെഡ്? മാം, എനിക്കിതുണ്ടായിരുന്നില്ല ഈ മറുക്, എന്നാൽ എൻ്റെ കസിന് ഈ ഒരു മറുകുണ്ട്.
അപ്പം ഞാൻ എപ്പോഴും ചോദിച്ചു, എനിക്കും ഇതുപോലൊരു മാർഗ്ഗം വന്നിരുന്നെങ്കിൽ, എനിക്കും ഇവിടെ ഒരു മാർഗ്ഗം വന്നിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു. ആ പ്രായത്തിൽ, ആ കാലഘട്ടത്തിലൊന്നും മാനിഫെസ്റ്റേഷനോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വളരെ അത്രത്തോളം നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഓവർ ദ ഇയേഴ്സ്, വർഷങ്ങൾ കഴിഞ്ഞ് 10-18 വർഷം കഴിഞ്ഞ് ഇവർ മുതിർന്നപ്പോൾ ഇവർക്കും അവിടെ ഒരു മാർഗ്ഗം വന്നു. ഓക്കെ, നമ്മളും ഫിലിം സ്റ്റാർസിനെയൊക്കെ കണ്ടൊക്കെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിട്ടിരിക്കുന്ന ഈ വേഷവിധാനങ്ങൾ, നമ്മളിട്ടിരിക്കുന്ന ഹെയർ സ്റ്റൈലൊക്കെയും പണ്ടൊക്കെയും പല ഫിലിം സ്റ്റാർസും ഒക്കെ യൂസ് ചെയ്തിരുന്നതിൻ്റെ ഒക്കെ അതൊക്കെ കണ്ടും ഇഷ്ടപ്പെട്ടും മാനിഫെസ്റ്റ് ചെയ്തും ഒക്കെ നമ്മളൊക്കെയും കോപ്പി ചെയ്തും ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. മാനിഫെസ്റ്റേഷൻ ഒരു നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ ചോദിക്കുന്നു ഒന്നും ലഭിക്കുന്നില്ല എന്ന്. മേ ബി നമ്മൾ ചോദിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കും പലർക്കും ഉണ്ടാവുക. കാലങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നാലും അത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്നതിനോട് നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഈ ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത് അത് നെഗറ്റീവാണ്, പോസിറ്റീവായിട്ട് വേണം എപ്പോഴും ചോദിക്കാൻ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് സാർ? ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ എനിക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം ആക്സസിനെല്ലാം വേറെ രീതിയിലാണ് ആക്സസ് കാണുന്നത്. ആക്സസിനകത്ത് ഇങ്ങനെ ഒരുപാട് ഹാർഡായിട്ട് വിഷ്വലൈസേഷൻ ടെക്നിക്സേ ഇല്ല. കരഞ്ഞുകൊണ്ട് വരത്തില്ല, ദൈവം എനിക്ക് അത് തരണേ, ദൈവം എനിക്ക് ഇത് തരണേ, അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്കത് കിട്ടത്തില്ല എന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെ ലഭിക്കുന്നവരുണ്ട്. കരഞ്ഞ് ചോദിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നവരുണ്ട്, റൈറ്റ്? അപ്പം അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷെ നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ എന്ത്, നമ്മൾ ഒരുപാട് പ്രയാസം നിറഞ്ഞൊരു വൈബ്രേഷനിലാണ് ഉള്ളത് എങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും അത്തരത്തിലുള്ളതായിരിക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ ഒരുപാട് സങ്കടങ്ങളുമായിട്ടാണ് ഒരു ജോലി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടുവോ അല്ലെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്? അതിനൊരു ടെക്നോളജി ആക്കി അത് കൂടുതലൊരു ബിസിനസ് പെർസ്പെക്റ്റീവിലേക്ക് പോകും. ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയന്മാരുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും അപ്പുറത്തേക്ക് അവർക്കൊരു വിഷനറി ഉണ്ടാക്കാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. ബിസിനസ്സിനകത്ത് എന്ത് തെറ്റാണുള്ളത്? ബിസിനസ്സിനകത്ത് അത് തെറ്റൊന്നുമില്ല. കാരണം അവരൊരു വിദ്യ പഠിപ്പിക്കുന്നതാണ്, റൈറ്റ്? അതിനകത്ത് തെറ്റൊന്നുമില്ല. അവരുടെ അറിവുകൾ അവർ പങ്കുവയ്ക്കുന്നു. ഇഷ്ടമുള്ളവരത് ചൂസ് ചെയ്യുന്നു, ഇഷ്ടമില്ലാത്തവർ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മാനിഫെസ്റ്റേഷനെ തിരിച്ചറിയുന്ന രീതി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് എനിക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കാത്തത്. ലെറ്റ്സ് ഒരു വ്യക്തി സങ്കടം മാനിഫെസ്റ്റ് ചെയ്താൽ അതും സംഭവിക്കുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തെ നോക്കിയിട്ട് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ പോലും അതൊരു മാനിഫെസ്റ്റേഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തിരിച്ചു വരും. നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഓരോരുത്തരുടെ ജീവിതം നോക്കിയിട്ട് നമ്മൾ ആക്ച്വലി, കാരണം നമ്മൾ ദൈവമല്ലല്ലോ, റൈറ്റ്? അവിടെ ഒരു നമ്മൾ കൂടുതൽ സുപ്പീരിയർ ആവാണ്. വേറൊരാളുടെ പ്രയാസങ്ങളെ നോക്കിയിട്ട് അയ്യോ കഷ്ടം എന്നൊക്കെ നമ്മളിങ്ങനെ എംപതൈസ് ചെയ്യുമ്പോൾ, എംപതി എന്ന് പറയുന്നില്ല, അതിനൊരു ഡിഫറെൻറ്റ് മാനങ്ങളാണുള്ളത്. അതുകൊണ്ട് ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ ഞാൻ പഠിപ്പിക്കാറില്ല. അതും നമ്മൾ അട്രാക്ട് ചെയ്യുമോ? എക്സാക്ട്ലി, നമ്മൾ അട്രാക്ട് ചെയ്യും. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയുള്ള എനർജീസിനെ നമ്മൾ അട്രാക്ട് ചെയ്യും. നമ്മൾ ചിന്തകൾ പോലും, ഏത് വ്യക്തികളോടൊപ്പമാണോ നമ്മളായിരിക്കുന്നത് അവരുടെ ചിന്തകൾ പോലും നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ലൈക്ക് നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കാര്യത്തിന്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യത്തിനെ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പലരും ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ട്രൂ. ഈവൻ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ചിന്തകളെ പോലും നമുക്ക് വലിച്ചെടുക്കാനായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. മാനിഫെസ്റ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ പോലും ആക്സസ് പ്രകാരം 99% നമ്മുടെ ചിന്തകളല്ല എന്നാണ് പറയുന്നത്. അതിനൊരു മനോഹരമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഹൂ ഡസ് ഇറ്റ് ബിലോങ്സ് ടു റിട്ടേൺ ടു സെൻറ്റർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ റിലീസാവാൻ തുടങ്ങും. അങ്ങനെ വളരെ മാജിക്കലായിട്ടും, മാജിക്കൽ ഇൻ ദ സെൻസ് ലൈക്ക് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും, അതുപോലെ തന്നെ ലൈക്ക് വളരെ എത്ര സിറ്റുവേഷനിൽ നിന്നും മാറ്റാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ആക്സസ് പ്രോസസ്സുകൾ.